ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് കുത്തഴിഞ്ഞ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമരം 6ാം ദിവഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായ രോഗികൾക്ക് എവിടെയാണ് രക്ഷ, എവിടെയാണ് ആശ്രയം? ഈ ആതുരാലയങ്ങൾ, പേര് തന്നെ ആതുരാലയങ്ങൾ എന്ന രീതിയിലാണ്. പക്ഷേ ഈ ആതുരാലയങ്ങൾക്ക് പോലും ചികിത്സ വേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏതായാലും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, സമരം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രോഗികൾ എത്രത്തോളം ദുരിതത്തിലാണ്? ഇവരോട് ഈ ഡോക്ടർമാരോട് ഒന്ന് കണ്ട് സംസാരിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാൻ പോലും നമ്മുടെ ആരോഗ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ തയ്യാറാകുന്നുമില്ല അല്ലേ? ഈ സമരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ KGM-CTA മുന്നറിയിപ്പ് സർക്കാരിന് മുമ്പിൽ നൽകിയിരുന്നു. തങ്ങൾ സമരത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലൊന്നും യാതൊരു അതായത് ഈ ഡോക്ടർമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്കൊടൊന്നും യാതൊരുവിധ പരിഗണനയും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ല. ഇതാണ് ഇത്തരത്തിൽ ഈ 6ാം ദിനവും OP ബഹിഷ്കരണം അടക്കമുള്ള അല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടന്നുകൊണ്ടുള്ളൊരു സമരത്തിലേക്ക് പോകാൻ ഡോക്ടർമാരെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ 6 ദിവസം പിന്നിടുകയാണ്. ഈ 6 ദിവസം പിന്നിടുമ്പോഴും ഇവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടുകൊണ്ടൊരു പരിഗണന കൊടുത്തുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുവാൻ ഇതുവരെ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിനല്ല ബുദ്ധിമുട്ട്, രോഗികൾക്കാണ്. നമുക്കറിയാം, മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന, പ്രത്യേകിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ എത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ്. ആ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് ദിനവും OP-യിലടക്കം വരുന്നത്, മറ്റ് ചികിത്സയ്ക്ക് വരുന്നത്. അടിയന്തര ശസ്ത്രക്രിയകളടക്കമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന നിരവധി രോഗികളുണ്ട്. ഇത്തരത്തിൽപ്പെടുന്ന രോഗികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമ്മൾ പറയുമ്പോൾ സംസ്ഥാന സർക്കാർ എപ്പോഴും എടുത്തു പറയുന്നൊരു കാര്യമാണ് ഈ ആരോഗ്യ കേരളം നമ്പർ 1 ആണ് എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ. ആ ആരോഗ്യ കേരളം നമ്പർ 1 ആയ കേരളത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ദുരവസ്ഥ രോഗികൾക്ക് ഉണ്ടാകുന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ ചെന്നെത്തുന്നത്, ആരോഗ്യവകുപ്പ് ചെന്നെത്തുന്നത് എന്ന കാര്യം എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ ഡോക്ടർമാരുടെ സംഘടനകൾ സമരത്തിൽ മുന്നോട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് വരുമ്പോൾ അതിലുണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് അറിയാത്തവരല്ല ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും ഒന്നും. എന്നാൽ ഇവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലൊരു ദുർഗതി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തും യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. നേരത്തെ 2 തവണ ചർച്ചകൾക്ക് വിളിച്ചെങ്കിൽ പോലും, അല്ലെങ്കിൽ ചർച്ചകൾ നടന്നെങ്കിൽ പോലും അത് പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കൃത്യമായ രീതിയിൽ ഇവരുടെ ആവശ്യങ്ങളോട് ഒരു മുഖം തിരിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ KGM-CTA ഡോക്ടർമാരുടെ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിലാണ്. പോലും ഒരു കാര്യമായ രീതിയിലൊരു പുരോഗതി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇതാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്ന നിലയിലേക്ക് എത്തിയത്. അനിശ്ചിതകാല സത്യാഗ്രഹം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചെന്നെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിന് യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ഈ ഡോക്ടർമാരുമായി സംസാരിക്കുവാനോ സമരത്തിലൊരു ഒത്തുതീർപ്പുണ്ടാക്കുവാനോ ഉള്ള യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്നതാണ്. അതായത് പ്രശാന്ത്, ഈ രോഗികളുടെ ദുരിതം എത്ര വർദ്ധിച്ചാലും എത്ര കടന്നാലും സർക്കാരിന് യാതൊരു ചുക്കുമില്ല എന്നുള്ളൊരു നിലപാടാണ്. അതുകൊണ്ടാണ് 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഈ ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ, അവർ വലിയ ആവശ്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് സർക്കാരിന് പരിഗണിക്കാനും പരിഹരിക്കാനും കഴിയുന്ന വിഷയം തന്നെയാണ്. കാരണം വേതന വർധന, പുതിയ തസ്തികകൾ നിർമ്മിക്കുക, അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതോടുപോലും മുഖം തിരിക്കുന്ന ഒരു സമീപനം. ഇനി എത്ര ദിവസം ഈ സമരം നീണ്ടു നിൽക്കുമെന്നുള്ള ആശങ്കയിലാണ് സാധാരണക്കാരായ രോഗികളല്ലേ? KP, തീർച്ചയായും മറ്റ് സർക്കാർ സംവിധാനങ്ങളോട്, മറ്റ് സർക്കാർ സംവിധാനങ്ങളിലെ ജീവനക്കാരോട് കാണിക്കുന്ന അതേ പരിഗണന തങ്ങൾക്കും വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ KGM-CTA സമരരംഗത്തുള്ളത്. ഇത് സർക്കാരിനോട് നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്നാൽ അതിനോട് മുഖം തിരിക്കുന്ന ഒരു സമീപനം തന്നെയാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. യാതൊരുവിധ നടപടികളോ അർഹിച്ച പരിഗണനകളോ അവർക്ക് കൊടുക്കുന്നില്ല. ഇതാണ് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടിലേക്കും ഈ പ്രത്യക്ഷ സമരത്തിലേക്കൊക്കെ ചെല്ലുന്നത്. ഇപ്പോഴും സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരുടെ സംഘടന, ഡോക്ടർമാർ സമരത്തിലാണ്. ഈ സമരത്തിൽ നിൽക്കുമ്പോൾ പോലും ഇവരോട് സംവദിക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും
ദൗർഭാഗ്യകരമെന്ന് പറയുന്നത്. ഞാൻ ദൗർഭാഗ്യകരമെന്ന് പറയുന്നത് ഇതിൽ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള രോഗികളാണ്. നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ എത്തുന്നതെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള രോഗികളുടെ ഒരു അവസ്ഥ അതിതീവ്ര പരിചരണം ലഭിക്കേണ്ട രോഗികളാണ്. കാരണം പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ജില്ലാ ആശുപത്രികളിൽ നിന്നും താലൂക്ക് ആശുപത്രികളിൽ നിന്നും എല്ലാം റെഫർ ചെയ്ത് വിടുന്ന രോഗികളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തത്. അതായത് അവർക്ക് കൂടുതൽ പരിഗണന, കൂടുതൽ കെയർ, അവരുടെ രോഗത്തിന് ശുശ്രൂഷയ്ക്കുള്ള കൂടുതൽ കെയർ ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ് മെഡിക്കൽ കോളേജുകളുള്ളത്. ആ മെഡിക്കൽ കോളേജുകളാണ് ഇത്തരത്തിൽ അടച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായും സ്തംഭിച്ചുകൊണ്ടൊരു സമരത്തിലേക്ക് ഡോക്ടർമാർ കടക്കുന്നത്. ആ ഡോക്ടർമാർ കടക്കേണ്ട സാഹചര്യം ഒരുക്കിയത് സംസ്ഥാന സർക്കാരാണ്. അതിനുശേഷം ഇത്തരത്തിൽ സമരം പിൻവലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സമരം ഒത്തുതീർപ്പിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചില്ല എന്നാണ് KGM-CTA പറയുന്നത്. ഒരു ഒത്തുതീർപ്പ് നയം അല്ലെങ്കിൽ തങ്ങളെ ഇത്തരത്തിൽ അനുകൂല ഒരു നിലപാട് സ്വീകരിക്കാമെങ്കിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും അതിൽ യാതൊരുവിധ സമീപനങ്ങളോ നടപടികളോ ഉണ്ടായില്ല. ഇത് തന്നെയാണ് ഇത്തരത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് വീണ്ടും എത്തുന്നത്. ആശുപത്രിയെ സ്തംഭിച്ചുകൊണ്ട്, മെഡിക്കൽ കോളേജിനെ സ്തംഭിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് എത്തുന്നതും ഇത് തന്നെയാണ്. അടിയന്തരമായിട്ട് ഇത്തരത്തിലുള്ള ഇടപെടൽ വേണമെന്നൊരു ആവശ്യം ശക്തമാക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നെല്ലാം ഇടപെടൽ വേണം. ഇല്ലെങ്കിൽ രോഗികൾ ദുരിതത്തിലാകുമെന്നതാണ്. പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സുപ്രഭാതത്തിൽ തുടങ്ങിയ സമരമല്ല. ഡോക്ടർമാരുടെ സംഘടനകൾ നിരവധി തവണ ഈ ഒരു വിഷയം സർക്കാരിന്റെ മുന്നിൽ വെച്ചിരുന്നു, ചർച്ചകൾ നടന്നു. പക്ഷെ എന്നിട്ടും പരിഗണിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഡോക്ടർമാർ ഈ ഒരു സമരം, പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആ സമരം 1-2 ദിവസമല്ല, ഒരാഴ്ചയിലേക്ക് എത്തുകയാണ്, 6ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്നിട്ടും ഇവരെ കണ്ട് എന്താണ് പ്രശ്നം, എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്ന് ആരായാൻ പോലും, ചോദിക്കാൻ പോലും ഈ ആരോഗ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി അവിടെ നിൽക്കട്ടെ, കാരണം ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ. ആരോഗ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഈ ആരോഗ്യമന്ത്രി അറിയുന്നത് പലതും പത്രങ്ങളിലൂടെയാണ് എന്ന് മാത്രം. അത് മന്ത്രി സമ്മതിക്കുന്നുമുണ്ട്. അതിന്റെ പിന്നിലൊരു ഫോളോ അപ്പ് അതൊന്നും മന്ത്രി തിരക്കുന്നില്ല എന്നുള്ളത് മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപാകെ സമ്മതിച്ച വിഷയമാണ് എന്നുള്ളത് കൂടിയുണ്ട്. ഇന്നലെ ഡോക്ടർ ലളിതാംബിക പ്രതികരിച്ചപ്പോൾ അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്നവർ കൃത്യമായി പറഞ്ഞു എന്നുള്ളതാണ്. അതായത് നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ് എന്ന് ഒരു രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ വിഷയത്തിലാണ് പ്രതികരണം തേടുന്നത്. തീർച്ചയായും ഡോക്ടറായാലും നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ്. അപ്പോഴും അവർ ഒരു നികത്തപ്പെടാത്ത തസ്തികയെ കുറിച്ച് അവിടെ പറയുകയുണ്ടായി. അതായത് അവർ പറയുന്നത് സിസ്റ്റം എങ്ങനെയാണ്, ഇതിനുള്ള ആളൊക്കെ ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷെ പക്ഷെ എന്തായാലും ആ ചെയ്യുന്ന സേവനങ്ങളിൽ ഒരു കൃത്യത വേണം എന്നുള്ളത് മനുഷ്യന്റെ ജീവനാണല്ലോ. അല്ലെ, അത് വെച്ച് കളിക്കാൻ പാടില്ലല്ലോ.